വാർത്തയിലേക്ക് വിശദമായി പൊതുവ്യക്തി നിയമത്തിനെതിരായ CPM സെമിനാറിന് കോഴിക്കോട് നടക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള വിവിധ മത സാമുദായിക നേതാക്കൾ സെമിനാറിൽ പങ്കെടുക്കുന്നു. മുസ്ലിം ലീഗ് സെമിനാറിൽ പങ്കെടുത്തില്ല. EP ജയരാജന്റെ അസാന്നിധ്യവും ചർച്ചയായി. പൊതുവ്യക്തി നിയമം എന്നത് ഭരണഘടനയിലെ നിർദ്ദേശക തത്വം മാത്രമാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സീതാറാം യെച്ചൂരി പറഞ്ഞു. പൊതുവ്യക്തി നിയമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അജണ്ടകളുമാണ്. വർഗീയ ധ്രുവീകരണവും സാമുദായിക ഭിന്നത വളർത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവ്യക്തി നിയമം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ജനാധിപത്യപരമായ ചർച്ചയിലൂടെ വേണം പൊതുവ്യക്തി നിയമം നടപ്പാക്കാൻ. സമത്വം വേണമെന്നാൽ ഏകീകരണം എന്നത് സമത്വമല്ല എന്നും സീതാറാം യെച്ചൂരി കോഴിക്കോട്ട് പറഞ്ഞു. This is a very unique and a very important initiative that has been taken to organize this sort of a seminar or a meeting or a discussion in order to maintain the plurality that we have in our country. It is not only diversity, it is plurality. And the difference between the two is that diversity is differences in the way we operate, behave, we organize. But plurality is recognition of different groups and different sets of people who cohabit and live together. So therefore, this is, I think, a meeting where this plurality of India will be addressed, which is our rich heritage, and that has to be maintained. കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി. ഒട്ടകപക്ഷിയുടെ നിലപാടാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത്. രാജ്യത്ത് വൈവിധ്യങ്ങൾ നിലനിൽക്കണമെന്നും CPM സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കവേ സമസ്ത പ്രതിനിധിയായ ഉമർ ഫൈസി പറഞ്ഞു. ഒരു വീട്ടിൽ 2 നിയമം വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവരും യോജിക്കണം, ഒറ്റക്കെട്ടായി പോകണം എന്നാണ് പറയുന്നത്. പറച്ചിലാണ്. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നു. അതേ അവസരത്തിലാണ് ഈ വർത്തമാനം. ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്, ആരും കാണരുതെന്ന് കരുതി മണ്ണിൽ തല കുഴിക്കുന്നു. ഇതുപോലെ ആർക്കും മനസ്സിലാവില്ല എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. എന്തൊക്കെ ഇവിടെ ചെയ്യുന്ന ഇവിടെ പറഞ്ഞു. ആളുകളെ റോട്ടിലിട്ട് കൊല്ലുക, ഭക്ഷിക്കുന്ന സാധനത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക, പാർലമെന്റ് മന്ദിരം വരെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നിലപാടിലാണ് അതിന്റെ ഉദ്ഘാടനം. ബാബരി പള്ളി പൊളിച്ചു. ഏകീകരണം ഉണ്ടാക്കാനാണ്. ഏകീകരണം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സെമിനാർ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി രൂപത ബിഷപ്പ് പങ്കെടുക്കുന്നില്ല എന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. ബാക്കി പങ്കെടുക്കുമെന്ന് അറിയിച്ച എല്ലാവരും സെമിനാറിനെത്തിയോ? എന്തൊക്കെയാണ് നേതാക്കൾ പറഞ്ഞത്? രേണുക, തീർച്ചയായും താമരശ്ശേരി രൂപതയുടെ പ്രതിനിധിയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്. ബാക്കി വിശിഷ്ടാതിഥികളായി പറഞ്ഞ സമസ്ത നേതാക്കളും KPM നേതാവ് പുന്നല ശ്രീകുമാർ, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരടക്കം മിക്ക നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. പലരും പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയം CPM നേതാക്കളുടെ പ്രസംഗം കഴിഞ്ഞ തൊട്ടു പിന്നാലെ ജോസ് കെ മാണി MP ആണ് പ്രസംഗം നടത്തുകയും CPI ഒപ്പം ജനതാദൾ അടക്കമുള്ള ആളുകളും പ്രസംഗങ്ങൾ നടത്തി. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏകീകരണം അല്ലെങ്കിൽ ഏകത്വം എന്ന നിലപാടിൽ ഊന്നിയല്ല ഇത്തരമൊരു നിയമവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞു. എന്തായാലും ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗത്തിനപ്പുറം ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം നടത്തിയത് സമസ്ത പ്രതിനിധി ഉമർ ഫൈസി തന്നെയാണ്. കുട്ടികളെ കോത്തായി വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന പോലെയാണ് UCC കേന്ദ്രം ഉയർത്തിക്കാണിക്കുന്നത്. കേന്ദ്രം ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്തതെന്നും പറയുന്നു. കേന്ദ്രത്തെ പോയി കണ്ട പല വർഗങ്ങളെയും സമുദായങ്ങളെയും അവർ UCCയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. ഒരുപക്ഷെ സമസ്ത പ്രതിനിധികൾ പോയി കണ്ടാൽ ഞങ്ങളെയും ഒഴിവാക്കുമായിരിക്കും, അല്ലെങ്കിൽ കോത്തായി കാണിച്ച് പീഡിപ്പിക്കുന്ന ഒരു നിലപാടിലേക്കും ഒട്ടകപക്ഷിയുടേതുപോലെ നിരത്ത് കൊടുത്തി നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഉമർ ഫൈസി കുറ്റപ്പെടുത്തി. ഒപ്പം മത ന്യൂനപക്ഷ സംഘടനകളെ എന്നും ചേർത്ത് നിർത്താൻ CPM തയ്യാറായിട്ടുണ്ട് എന്നായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റായ C മുഹമ്മദ് ഫൈസിയുടെ പ്രസംഗത്തിൽ
പറയുകയും ചെയ്ത്. എന്തായാലും പ്രസംഗിച്ച എല്ലാവരും ഈ BJP സർക്കാർ ഒരു വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നാണ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ KPMS നേതാവ് പുന്നല ശ്രീകുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഒരുപാട് വിവാദങ്ങൾ ഈ സെമിനാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. CPM-ന്റെ നിലപാട് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ, EMS-ന്റെ കാലം മുതൽ പാർട്ടി സ്വീകരിച്ചു വന്ന സമീപനം, അതിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുന്നോ, എന്താണ് നിലപാട് തുടങ്ങി നിരവധി സംശയങ്ങളും വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. മറ്റുള്ളവരും സംസാരിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇത് ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നേതാക്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്, സംസാരിക്കുന്നത്? രേണുക, കേവലം ഈ പൊതു വ്യക്തി നിയമം വരുത്തിയത് കൊണ്ട് മാത്രം തുല്യ നീതി എന്നതിലേക്ക് ഒരു ചൂട് പോലെ വെക്കാൻ കഴിയില്ല എന്നാണ് CPM വ്യക്തമാക്കുന്നത്. CPM എക്കാലത്തും ഈ ജാതി മത വർഗ അതിര് പറയുമ്പോൾക്കപ്പുറമുള്ള ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ് എന്നാണ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ വലിയ തുല്യ സമത്വം അല്ലെങ്കിൽ ലിംഗനീതി എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ വർഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ ജനവിഭാഗങ്ങളിലെയും പ്രതിദാനം ചെയ്യുന്ന സമുദായങ്ങളിൽ അവിടെ തന്നെയുള്ള ഒരു പുനരാലോചനകളും അല്ലെങ്കിൽ നവീകരണത്തിനുള്ള ഒരു ആവശ്യങ്ങളും ഉയർന്നു നിൽക്കും. അതിനുശേഷം മാത്രമാണ് ആ സമൂഹത്തെ അത്തരം ഒരു കാര്യത്തിലേക്ക് പര്യാപ്തമാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു അടിച്ചമർത്തലിലൂടെ, ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു പ്രത്യേക ജനവിഭാഗം അവർ വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാര രീതികളും അവരുടെ ജീവിതശൈലി മാറ്റുന്നത് കരണീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കേവലം ഈ ഇസ്ലാം സമുദായത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിൽ മാത്രമല്ല, ഹിന്ദു സമുദായങ്ങൾ പോലും, ഹിന്ദു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗങ്ങൾ പോലും ഇത്തരത്തിൽ പലതരത്തിലുള്ള ആചാര വൈശിഷ്ട്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമായി കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന ആളുകൾക്ക് മാത്രമായി ഇത്തരം നിയമത്തിൽ ഇളവ് നൽകാമെന്ന് കൊടുക്കുക, അവർക്ക് മാത്രമായി പ്രത്യേക നിയമനിർമ്മാണം നടത്താമെന്ന് ഉറപ്പുനൽകുക, ഇത്തരമൊക്കെ കാര്യങ്ങൾ ഈ ഭരണഘടനാ ലംഘനമാണ് എന്ന് തന്നെയാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. CPM എപ്പോഴും ലിംഗസമത്വം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് കേവലം പൊതു വ്യക്തി നിയമം മാത്രം അത്തരം ഒരു ലിംഗസമത്വം നടത്താൻ കഴിയില്ല. അതിന് സമൂഹം ഉപയോഗപ്പെട്ട് വരണം. അത്തരത്തിൽ വിപുലമായ ചർച്ചകൾ നടക്കണം. വിപുലമായ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അത്തരം കാര്യങ്ങൾ നടക്കാൻ എന്നാണ് CPM പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പൊതുവ്യക്തി നിയമത്തിനെതിരെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമെന്നുള്ള നിലയിൽ ഈ തിരുവനന്തപുരത്ത് വന്നെത്തിച്ചേരും. അവിടെ വരുമ്പോൾ പൊതുവ്യക്തി നിയമത്തിനെതിരെ CPM സംഘടിപ്പിക്കുന്ന സെമിനാറിനും EP ജയരാജനില്ല. കോഴിക്കോട്ടെ സെമിനാറിൽ EP പങ്കെടുക്കുന്നില്ല. കോഴിക്കോട് സെമിനാർ നടക്കുമ്പോൾ EP തലസ്ഥാനത്താണ്. പൊതുപരിപാടിയിൽ മറുപടി പറയുമെന്ന് EP പ്രതികരിച്ചിരുന്നു. DYFI സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലാണ് EP ജയരാജൻ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ ആ പരിപാടിയിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. ആ രോഗിയുടെ ബന്ധുക്കൾ നേരെ പോകുന്ന DYFI ഓഫീസിലേക്കാണ്. അവിടെ സന്നദ്ധരായ കുറെ ചെറുപ്പക്കാർ ആ ഗ്രൂപ്പ് നോക്കി, ആ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ളവർ എവിടെയുണ്ട് അവരുടെ ഇക്കാരെടുത്ത് പരിശോധിച്ചു. ആർക്കൊക്കെയാണ് ഈ ഗ്രൂപ്പ്, ചിലത് വളരെ അപൂർവമായിട്ടുള്ള ഗ്രൂപ്പായിരിക്കും, ആർക്കാണ് ഈ രക്തമുള്ളത്, അവരെവിടെയാണ്, അവരെ കണ്ടെത്തി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വാഹനം അയച്ചു വരുത്തി ഹോസ്പിറ്റലെത്തിച്ച് രക്തം കൊടുത്ത് എത്രയോ രോഗികളെ രക്ഷിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് DYFI. അവർ വിളിച്ചു ചോദിക്കുന്നത് DYFI ഓഫീസ് എവിടെയാണ്? വേറെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ ഈ ഓപ്പറേഷൻ രക്തം കിട്ടുമോ? ചില ഓഫീസുകൾ കത്തിയും കടാരിയുമായി വേറെ രക്തത്തിന് കാത്തിരിക്കുന്നവരാണ്. ഇവിടെ രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ തയ്യാറെടുത്ത് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അവയവദാനങ്ങൾ, ചില മരണങ്ങൾ സംഭവിച്ചാൽ അവരുടെ അവയവങ്ങൾ എടുത്ത്
ഇപ്പോൾ വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്ന് സെമിനാറിൽ EP പങ്കെടുക്കില്ല, EP ഇവിടെയാണ് എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് അരുണാണ്. അതിനുശേഷം മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വാർത്ത നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ മറുപടി പറയുമെന്നാണ് EP പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അദ്ദേഹം ഇതിനോടകം പറഞ്ഞിട്ടുണ്ടോ? ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇടയുണ്ടോ? നേരത്തെ തീരുമാനിച്ച പരിപാടിയായതുകൊണ്ടാണ് ഇന്നിവിടെ പങ്കെടുത്തതെന്നാണ് EP ജയരാജന്റെ അനൗദ്യോഗിക വിശദീകരണം. ഏതായാലും ഡിവൈഎഫ്ഐയുടെ മംഗലപുരം ബ്ലോക്ക് കമ്മിറ്റി നൽകുന്ന വീടിന്റെ താക്കോൽദാനം അദ്ദേഹം നിർവഹിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഈ പൊതുയോഗത്തിൽ മറുപടി പറയാമെന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ പൊതുയോഗത്തിൽ EP ജയരാജൻ സംസാരിക്കുകയാണ്. സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ആ സെമിനാറിലുണ്ടതിനെ കുറിച്ചും EP ജയരാജൻ ഇവിടെ വിശദീകരിച്ചേക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും EP ജയരാജൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ് ഇവിടുത്തേതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. ശ്രീധരന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം CPM അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിൽവർ ലൈൻ അപ്രായോഗികമായ പദ്ധതിയാണെന്നും കേരയിൽ കമ്മീഷൻ റെയിലാണെന്നും വി മുരളീധരൻ പറഞ്ഞു. രാജ്യം ആദരിക്കുന്ന ശ്രീ ശ്രീധരനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനുമുള്ള ശ്രമം CPM അവസാനിപ്പിക്കണം. കേരളത്തിൽ അതിവേഗ പാത നടക്കണമെങ്കിൽ അത് എലിവേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിരിക്കണം. ഇപ്പോ കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി അപ്രായോഗികമാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സർക്കാർ പറയേണ്ടത് ഞങ്ങൾ പഴയ പദ്ധതി ഉപേക്ഷിച്ചു, 50 കോടി ചെലവാക്കാൻ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഞങ്ങൾ നടപടിയെടുക്കും പറയട്ടെ. ശോഭാ സുരേന്ദ്രന്റെ മറുപടിയുമായി വി മുരളീധരൻ. താൻ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള നേതാവായതുകൊണ്ടാണ് പൊതുപ്രശ്നങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 100% ശരിയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് വി മുരളീധരനെ കേന്ദ്രമന്ത്രിയാക്കിയതെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പരാമർശം. അത് ശോഭ പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ ദുരിതങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാൽനടയായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോയത്. അത് തീർച്ചയായിട്ടും ശോഭ പറയുന്നത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറയുന്നതിനെതിരായിട്ടാണ് അവർ പറയുന്നതെന്നാണ്. അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നത്. CPMന്റെ സെമിനാർ ഒഴിവാക്കി EP ജയരാജൻ പങ്കെടുക്കുന്നത് DYFI പരിപാടിയിലാണ്. ആ പരിപാടിയിൽ ഇപ്പോഴും EP ജയരാജൻ സംസാരിക്കുന്നു. അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സഖാബ് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഓരോ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രസംഗിക്കും. ഓരോ സംഘടനയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്. അവരുടെ പേരെല്ലാം പ്രഖ്യാപിച്ചില്ലേ? ഞാനതിൽ പങ്കെടുക്കുമെന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇന്ന് ആ പരിപാടി നടക്കുമ്പോൾ എന്തിനാ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ അലങ്കോലപ്പെടുത്താനും ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും പുറപ്പെടുന്നത്? എന്തിനാ ഈ ശബരം മുടക്കുന്നത്? അതിനൊരു ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ സെമിനാറിനെ കളങ്കപ്പെടുത്തണം. അതിനിത് ചെയ്യാമോ? എന്തിനാ ഇത് ചെയ്യുന്നത്? ഒന്നുകിൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രാസംഗികനോ അതിന്റെ ഏതെങ്കിലും ഉള്ളതല്ല. അവിടുത്തെ സംഘാടക സമിതി ഉണ്ടാക്കി CPM ആർക്കും പങ്കെടുക്കുന്നതിലൊരു തെറ്റുമില്ല, ആർക്കും പങ്കെടുക്കാം. ഇത് തന്നെ എനിക്ക് തോന്നുന്നത് മുല്ലശ്ശേരി മധു 1 മാസമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് എന്നോട് ഫോണിലൂടെ 2 പരിപാടി വേണം, ഒന്ന് 15-നും ഒന്ന് 24-നും. ഞാൻ ഈ 2 ദിവസത്തെ പരിപാടിക്ക് ഞാൻ പറഞ്ഞു, ഇന്ന് യഥാർത്ഥത്തിൽ ഞാനൊരു ആയുർവേദ ചികിത്സയിലായിരുന്നു. ഇന്നലെ 14 ദിവസത്തെ ആയുർവേദ ചികിത്സ ഇന്നലെ തീരുകയാണ്. സാധാരണഗതിയിൽ ഇന്ന് യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനിത് സഖാവ് ജോയിയും മധുവൊക്കെ ഏൽപ്പിച്ചൊരു പരിപാടിയാകുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നാലുള്ള വിഷമമോർത്ത് ഇന്ന് രാവിലെ എത്തിയതാണ്. ഇതാണ് വ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് കോഴിക്കോട് നടക്കുന്ന സെമിനാർ എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏക സിവിൽ കോഡ്. എന്താ ഏക സിവിൽ കോഡിന് ഇപ്പോൾ ഒരു പ്രാധാന്യം? എന്താ ഇപ്പോൾ ആവശ്യം?
ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടോ? കഴിഞ്ഞ മാസം പോലെ തന്നെയല്ലേ ഈ മാസം? ഇന്ത്യൻ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാൻ, ഹിന്ദുമത വികാരം വിളക്കിവിടാൻ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊരു വികാരം വളർത്തിയെടുക്കാൻ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഇത്തരമൊരു വിഷയം ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ കുറെ പാർട്ടികളില്ലേ? ഇന്ത്യയിൽ ഒട്ടനവധി ജനാധിപത്യ പാർട്ടികളില്ലേ? ദേശീയ പാർട്ടികളില്ലേ? ഈ പാർട്ടികളെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളല്ലേ? അതുമായി ആ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നം? ഏക സിവിൽ കോഡിൻ്റെതാണോ? ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ? തൊഴിലിന്റെ പ്രശ്നമാണോ? രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? പരിശോധിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കേണ്ടതല്ലേ? ഒരു പ്രധാനമന്ത്രി പറയാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി നിയമം, ഇതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചു വരികയില്ലേ? ഇപ്പൊ കാശ്മീരിൽ പ്രശ്നമെന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് ഇല്ലാത്തതാണ്. മണിപ്പൂരിലെ കലാപം ഏക സിവിൽ കോഡ് ഇല്ലാത്തതാണ്. ഉത്തർപ്രദേശിന്റെ പ്രശ്നം ഇപ്പോൾ വർഗീയ കലാപങ്ങൾ ഏക സിവിൽ കോഡിന്റെ പ്രശ്നമാണോ? ഇവിടെ ഏക സിവിൽ കോഡ് ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായങ്ങൾ പറയും. ചിലരെ കണ്ടുപിടിച്ചിരിക്കുന്നത് 985 നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് നോക്കിയോ? ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചോ? എന്നിട്ട് EMSന്റെ പേരിൽ എഴുതി വെക്കുക. EMSനെ പോലൊരു മഹാനായ ഒരു വിപ്ലവകാരി, കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു മുഖ്യമന്ത്രി, ഒരുപാട് കാലം ഈ രാജ്യത്ത് സേവിച്ച, ലോകത്തിന്റെ മുമ്പിൽ തന്നെ അസാമാന്യനായ ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ, ആ സഖാവ് EMSനെ അവഹേളിക്കാൻ പാടുണ്ടോ? ഇതിനാണല്ലോ പരിശോധന നടത്തിയത്. EMS അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാ ഇത്? സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലുകൾ ശക്തിപ്പെടുത്തലാണ്. ഏക സിവിൽ കോഡ് ഇന്നത്തെ ഇന്ത്യയുടെ മുഖ്യ പ്രശ്നമാണോ? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ലോകത്തിൽ ഇന്ത്യയെപ്പോലെ ഒരു രാഷ്ട്രം വേറെ ഇല്ല. ലോകത്തിലെ ഇന്ന് ഏതൊക്കെ മതം ഉണ്ടോ ആ മതങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്തീയ മതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാർസി, ഇതെല്ലാം ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ജാതി ഉപജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്. അതിന്റെ കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇന്ത്യ പഴയ ഫ്യൂഡൽ ഭരണം നിലനിന്ന രാജ്യമാണ്. ജന്മിമാരും നാട്ടുരാജാക്കന്മാരും അവരുടെ കീഴിലുള്ള പ്രഭുക്കന്മാരും പ്രഭുക്കന്മാരുടെ മുമ്പിലുള്ള ധനികൃഷിക്കാരും അതിൻ്റെ കീഴിലുള്ള അടിമകളൊക്കെ നിലനിന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ പഴയ ജന്മി നാടുവാഴിത്ത ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പിൽ മുതലാളിത്തം വളർന്നു വന്നത്, ഭരണം വളർന്നു വന്നത് ഈ ഫ്യൂഡൽ സമ്പ്രദായത്തെ പൂർണ്ണമായും മുതലാളിത്ത സമ്പ്രദായം വ്യവസ്ഥ അതിൻ്റെ വളർച്ചയിൽ അവർ ഇല്ലാതാക്കിയതാണ്. ഈ ജാതി വ്യവസ്ഥയും നാടുവാണിത്ത വ്യവസ്ഥയും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരല്ല, മുതലാളിത്തത്തിന്റെ വളർച്ചയിൽ മുതലാളിത്തം തന്നെ ഇല്ലായ്മ ചെയ്തതാണ്. പൊതുവ്യക്തി നിയമത്തിനെതിരെ CPM സംഘടിപ്പിക്കുന്ന ദേശീയ ജനകീയ സെമിനാർ കോഴിക്കോട് പുരോഗമിക്കുമ്പോൾ EP ജയരാജൻ തിരുവനന്തപുരത്ത് DYFI പരിപാടിയിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. എന്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന വിശദീകരണവും കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. താൻ 1 മാസം മുൻപ് തന്നെ ഏറ്റ പ്രോഗ്രാമാണ് ഇത്. അവിടുത്തെ പരിപാടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചുമതലയോ താൻ പങ്കെടുക്കുമെന്ന കാര്യമോ ഇല്ലായിരുന്നു. വെറുതെയാണ് അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് EP ജയരാജൻ വിശദീകരിക്കുന്നത്. ഒപ്പം പൊതുവ്യക്തി നിയമത്തിനെതിരെയും അദ്ദേഹം നിലപാട് പറയുന്നുണ്ട് ആ പരിപാടിയിൽ.
ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ കാണാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5490 രൂപ, പവന് 43,920 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3474 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.